കേരളത്തിൽ എ ടീം ബി.ജെ.പി. ആണെന്ന പ്രധാനമന്ത്രി. മോദിയുടെ ഗ്യാരണ്ടി വികസനമാണ്. ഇരു മുന്നണികളും കേരളത്തെ കൊള്ളയടിക്കുകയാണെന്നും എൻ.ഡി.എ അധികാരത്തിൽ വന്നാൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മോദി പറഞ്ഞു. പാലക്കാട് പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മോദി. എൻ.ഡി.എ സ്ഥാനാർത്ഥികളും നേതാക്കളും സംബന്ധിച്ചു. ശ്രീ നരേന്ദ്രമോദിജിയെ അനുമോദിക്കുന്നതിനു വേണ്ടി സംസ്ഥാന ഘടകത്തിനു വേണ്ടി ശ്രീ സി കൃഷ്ണകുമാർ അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ദേശീയ ജനാധിപത്യ സഖ്യത്തിനു വേണ്ടി ശ്രീ സാബു ജേക്കബ് അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. പാലക്കാട് ഈസ്റ്റ് ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിജിക്ക് സ്വീകരണം നൽകുന്നു. പാലക്കാട് നഗരസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ പി സ്മിതേഷ്. പാലക്കാട് വ്യവസായവൽക്കരണത്തിലൂടെ വലിയ തോതിൽ തൊഴിലവസരമുണ്ടാക്കുമെന്ന് മോദി പറഞ്ഞു. വികസനമാണ് മോദിയുടെ ഗ്യാരണ്ടി. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു കോൺഗ്രസുകാർ ബി.ജെ.പിയുടെ ബി ടീം ആണെന്ന്. കോൺഗ്രസുകാരും ഇതേ വിമർശനം പറയുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി. കേരളത്തിൽ ബി.ജെ.പി. എ ടീമാണ്. കേരളത്തിൽ ഇരു മുന്നണികളും അഴിമതി നടത്തുന്നു. പക്ഷേ ഇതിനെതിരെ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല. ഈ രണ്ട് മുന്നണികളും ആരെയെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ അത് ബി.ജെ.പിയെ മാത്രമാണ്. എൻ.ഡി.എ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ മുൻ സർക്കാരുകളുടെ ചെയ്തികളെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് മോദി പറഞ്ഞു. इतनी बड़ी संख्या में आपकी उपस्थिति पालक्काड़ ये बता रहा है केरलम का मोड़ अब एक मूवमेंट बन चुका है. अब केरलम के युवाओं का विश्वास है बीजेपी और एनडीए. अब केरलम की महिलाओं का स्नेह है बीजेपी और एनडीए. अब केरलम के किसानों का प्रेम है बीजेपी और एनडीए. केरलम बीजेपी के लाखों कार्यकर्ताओं की मेहनत है. हमारे कितने ही कार्यकर्ताओं ने यहां पॉलिटिकल वायलेंस के कारण अपना जीवन खोया है. मैं आज केरलम की मेरी ये पहली चुनाव सभा में उन सभी कार्यकर्ताओं को इस मंच से आदरपूर्वक श्रद्धांजलि देता हूं. സുഹൃത്തുക്കളെ, ഈ മാറ്റത്തിന് പിന്നിൽ കേരളത്തിലെ ജനങ്ങളുടെ അനുഗ്രഹമാണ്. ഇതിന് പിന്നിൽ കേരളത്തിലെ ബി.ജെ.പിയുടെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ അധ്വാനമാണ്. നമ്മുടെ എത്രയോ പ്രവർത്തകർ രാഷ്ട്രീയ ആക്രമണങ്ങളിൽ ജീവൻ ബലി നൽകി. ഇന്ന് ഇവിടെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്റെ ആദ്യത്തെ യോഗത്തിൽ വെച്ച് ഞാൻ ആ പ്രവർത്തകരുടെ മുമ്പിൽ പ്രണമിക്കുന്നു. കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിക്ക് പ്രണാമം അർപ്പിച്ച് മലയാളത്തിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചു തുടങ്ങിയത്. ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റുകൾ എന്താണ് ചെയ്തത്? ഇതുതന്നെ കോൺഗ്രസ് കേരളത്തിലൊട്ടാകെ ചെയ്തത്. കേരളത്തിൽ ശമ്പളം കിട്ടുന്നില്ല, പെൻഷനും മുടങ്ങുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ വിശ്വാസം ബി.ജെ.പിയെയും എൻ.ഡി.എയുമാണ്. एनडीए यूडीएफ ने यहां बड़े बड़े घोटाले किए हैं, लेकिन इन दलों की सरकारें कभी भी एक दूसरे पर कार्रवाई नहीं करती. ये आपके सामने सिर्फ झूठे बयान देती है. बीजेपी सरकार आई तो एलडीएफ यूडीएफ के हर घोटालों की जांच कराएगी, केरलम की जनता को न्याय दिलाएगी. इसलिए ये दोनों गठबंधन
केरल में बीजेपी सरकार बनने के डर से, ये जन सैलाब के समर्थन से इनकी नींद हराम हो गई है, ये डर रहे हैं। സുഹൃത്തുക്കളെ, കേരളത്തിൽ LDFും UDFും BJPക്ക് നേരെ ഉന്നം വയ്ക്കുകയാണ്. ഇതിന്റെ അർത്ഥം ഈ രണ്ട് അഴിമതിക്കാരും ആരെയെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ അത് BJPയെ മാത്രമാണ്. ഇവർ BJPയെ ഭയക്കുന്നതിന്റെ കാരണം ഇവർക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. കേരളത്തിൽ BJP സർക്കാർ ഉണ്ടാക്കുന്ന പക്ഷം ഇവരുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരും. പതിറ്റാണ്ടുകളായി LDFും UDFും വലിയ വലിയ കുംഭകോണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും ഇവർ പരസ്പരം നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇവർ നിങ്ങളുടെ മുമ്പിൽ കള്ള പ്രസ്താവനകളും ഭീഷണികളുമൊക്കെ പരസ്പരം മുഴക്കും. BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ LDFന്റെയും UDFന്റെയും സകല കുംഭകോണങ്ങളെ പറ്റിയും അന്വേഷണം നടത്തും. കേരളത്തിലെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കും. ഇതറിയുന്നത് കൊണ്ട് ഈ രണ്ട് മുന്നണികളും കേരളത്തിൽ BJP സർക്കാർ വരുന്നതിനെപ്പറ്റി ആലോചിച്ച് ഭയപ്പെടുന്നു. കേരളത്തിലെ കർഷകരുടെ പ്രതീക്ഷ BJP NDAയാണ്. കേരളത്തിലെ നിരവധി കാര്യകർത്താക്കൾ രാഷ്ട്രീയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. പാലക്കാട് കേരളത്തിലേക്കുള്ള കവാടമാണ്. അത് BJPയുടെ കവാടമാണ്. കേരളത്തിന്റെ പ്രതിഭയുടെയും അധ്വാനത്തിന്റെയും കേന്ദ്രവും കൂടിയാണ് പാലക്കാട്. കൽപ്പാത്തി കാശിക്ക് സമാനമാണ്. കാശിയുടെ ജനപ്രതിനിധിയാണ് ഞാൻ. വാരണാസിയിൽ നിന്നുള്ള അംഗമായ തനിക്കും പാലക്കാട് വിശേഷപ്പെട്ടതാണെന്നും മോദി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും പ്രക്ഷോഭിന്റെയും സ്ത്രീപീഡനാരോപണവും മോദി പരാമർശിച്ചു. മെട്രോമാൻ ഇ ശ്രീധരനെയും മോദി പരാമർശിച്ചു. BJP ജനറൽ സെക്രട്ടറി MT രമേശ്, CK പത്മനാഭൻ, AP അബ്ദുള്ളക്കുട്ടി, 2020 നേതാവ് സാബു ജേക്കബ്, സ്ഥാനാർത്ഥികളായ ശോഭാ സുരേന്ദ്രൻ, C കൃഷ്ണകുമാർ, മേജർ രവി തുടങ്ങിയവരും വേദിയിൽ സന്നിഹിതരായി. UTV ന്യൂസ്, പാലക്കാട്.